നടന്നിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും കുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്നെ കാല് പിടിച്ചിട്ടില്ല. അറിയോ? കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയില് അതുകൊണ്ട് ബാലനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അത് കളയാൻ പോവാ. 5-10 കൊല്ലം മുമ്പുള്ള കഥയാ. മദനാന്തകത്തൊരു സവാരി പോയിട്ട് രാത്രി കാർ ഓടിച്ചു വരികയായിരുന്നു. നേരം വൈകിയതുകൊണ്ട് റോട്ടിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ലാൻഡ് മാസ്റ്ററാ. ഹെഡ്ലൈറ്റിന് സൂര്യന്റെ വെളിച്ച. ദൂരെ നിന്ന് എന്നെ കണ്ടു. തവിട് പൊടിയായി കിടക്കുന്നു ഒരു ഫോർഡ് കാർ. ഞാൻ വണ്ടി നിർത്തി. നോക്കിയപ്പോ ഓവുചാലിലൊരു മനുഷ്യൻ ഊർദ്ധശ്വാസം വലിക്കുക. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വലിച്ചു വണ്ടിക്കകത്തിട്ടു. പിന്നെ 100 മൈൽ സ്പീഡിൽ ഒറ്റ പോക്ക. 10 മിനിറ്റ് കൊണ്ട് ജനാസ്പത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആള് കാഞ്ഞു പോയി കാണും അല്ലേ? ദാസാ, ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. എടാ, ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ പോകുന്നത്. Yes, come in. എന്തൊക്കെയാണോ ബാല, ഈ പാവപ്പെട്ടവനൊക്കെ താൻ മറന്നു കാണുമെന്നാ കരുതിയത്. അയ്യോ, പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണേ. പ്രാരാബ്ദോ? തനിക്കോ? ഞാനിവിടെ ഉള്ളപ്പോ നടക്കല. ഇവരൊക്കെ ആരാ? ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. താൻ കാര്യം പറ ബാല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാ. പറഞ്ഞോ. എനിക്ക് വേറെ ആരോടും പറയാനില്ല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി. ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവൻ പ്രീ BSc പ്രീ ഡിഗ്രി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ? ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാ, അതുകൊണ്ടായി ചോദിക്കുന്നേ. ഓ, താൻ ഇപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്കി വന്നല്ലോ, അതാ എനിക്ക് സന്തോഷം. ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. എന്റെ കാര്യവും ബാലേട്ടന് വളരെ പ്രധാനമാണ്. ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യട്ടെ. ഞാനും. ഇയാള് തൽക്കാലം ഗോഡൌണില്ല. ഒഴിവ് വരുമ്പോ ഓഫീസിൽ കയറാം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവില്ല. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. മുതലാളി പറഞ്ഞത് കേട്ടാ മതി. അത് മതി. അപ്പൊ നാളെ തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം. முன்ன மாதிரி 30 ரூபாய்க்கெல்லாம் வீடு கிடைக்கிறது ரொம்ப கஷ்டம். குடிசையா இருந்தா கூட 150 ரூபா வாடகை கேட்கறான். എന്താ ബാലേട്ടാ ഈ വഴിക്ക്? ഇവന്മാരെ നാട്ടിൽ നിന്ന് വന്ന് പെട്ട കുരിശികളാണ്. ഒരു വീട് വേണം. അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യമുണ്ടോ? നോക്കാം. ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. നിന്നെ അതെ, അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും ബാലേട്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു 1000-1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും. മറ്റവനൊരു 4000 രൂപ കിട്ടും. അപ്പോ രണ്ടാൾക്കും കൂടി 9000 രൂപ. എന്താ പോരെ? നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തണ്ടാ? കൂടി വന്നാ ഒരു 500 രൂപ കിട്ടും. 500 രൂപ? അയ്യേ. സൗകര്യം ഉണ്ടെങ്കിൽ പോയാ മതി. അല്ല, ഞാൻ പിന്നെ ബാലേട്ടാ, ഉടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നുമില്ല കയ്യില്. പിന്നെ എന്തും കൊണ്ടാ ഇങ്ങ് പോന്നത്? രണ്ടടങ്ങഴ എരുടെ ചോറിനാനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? അതെ. കൊണ്ടുപോയി ചിന്നെ. ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ? രണ്ടു തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹോള്. അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണമെന്ന് അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. അത്രയും വാടക? പിന്നെ എത്ര കൊടുക്കാം? 1500ന്റെ. ഇനിയും താഴട്ടെ? 1000. കുറച്ചുകൂടെ താഴട്ടെ?
750. കുറച്ചുകൂടെ പോരട്ടെ. 500. അല്ല കുറച്ചുകൂടെ താറ്റ്. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150 വരാ. 150. 2 ബെഡ്റൂം, ആ. അതെ. പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ 150 രൂപ വാടക. അതെ. വാ, പറ്റിയ സ്ഥലമുണ്ട്. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150-ന് ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ. ஆஹா, பிரமாதமா இருக்கேன்னா. நீங்க 2 பேரு தானே? இங்க சமையல் பண்ணலாம். ചമയല. ഓ, പറഞ്ഞ പോലെ തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ? ചമയൽ എന്ന് വെച്ചാ പാചകം. അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമയലിൽ എന്താ പറയാ ഇവിടെ? എന്ത് ചമയല്? അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമില്ലല്ലേ? എന്താണ് മലയാള ആസാനെ? എങ്ങനെങ്കിലൊക്കെ പഴക്കണം, അത്ര തന്നെ. இந்த நாட்டு மக்களுக்காகத்தான் நாங்க இந்த மருத்துவமனையை இங்க கட்ட தீர்மானம் பண்ணியிருக்கோம். இது என்னுடைய தனிப்பட்ட நோக்கமல்ல. உங்கள் ஆரோக்கிய வளர்ச்சிக்காகவே அரசு இப்படி ஒரு முடிவெடுத்திருக்கிறது. எனவே நான் சொல்லுவது என்னவென்றால், இந்த இடம் பூராவும் அரசுக்கு சொந்தமானது. இங்க கட்டியிருக்கும் குடிசை மற்றும் வீடுகள் அத்தனையும் போன காலத்திலே பட்டா இல்லாமல் கட்டப்பட்டது. அரசு இனிமேல் அதை அனுமதிக்க மாட்டார்கள். இந்த இடம் இப்போ எங்களுக்கு சேர்ந்தது. இங்க குடியிருக்கும் மக்கள் அனைவரும் உடனே காலி பண்ணி போக வேண்டும். വീടുകളൊക്കെ കാലിയാണെന്നല്ലേ അയാള് പറയുന്നത്? ഏയ്, അതൊക്കെ അങ്ങനെ കിടക്കുന്നേ. ആര് കാലി ചെയ്യാനാ? ആരാ പ്രസംഗിക്കുന്ന ആള്? അവര് പെരിയ ആള്, സർക്കാരിലൊക്കെ നല്ല പിടിപാടാ. ആ. കോവൈ വെങ്കടേശനെ. വെങ്കടേശൻ പ്രശ്നം ഉണ്ടാക്കോ? ഒരു പ്രശ്നമില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ വാ, നമുക്ക് ഹൗസ് ഓണറെ കാണാം. വാന്ന്. വാ. വളരെ ശ്രദ്ധിച്ചു തന്നാ ഞാൻ ഓഫീസിനകത്ത് കയറിയത്. ഞാനുമായി സംസാരിക്കുന്ന സീഡികൾ കണ്ടാൽ തന്നെ സാറിന് എന്താ കുഴപ്പം? സിറ്റിയിൽ മറ്റു വിധത്തിൽ നിലയും വിലയുള്ള ഒരു കമ്പനി മുതലാളിക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്ന് പെട്ടെന്ന് ആരും കരുതുകയില്ല. പതുക്കെ പറയൂ. ചുവരുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ആ സിയഡികളെ ശരിപ്പെടുത്തുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ഞാൻ ഏറ്റു. മിസ്റ്റർ ദാസൻ. ജോലി എന്താണെന്ന് അറിയാതെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ഓ, ഐ സീ. ആ അക്കൗണ്ട് സെക്ഷനിലെ ക്ലർക്കിനോട് വരാൻ പറയൂ. Yes, sir. This gentleman will help you, Miss Radha. He's BCom, first class. Take him and teach him. Okay, sir. All the Thank best. you, all thank the you best. very Go much. with that. Oh. Yes. See the figures on the left page. Eh? See the figures on the left page. There are 4 columns. Huh. Column number 1, Huh. audited figures for the latest financial year as on 31/12/1986. Column number 2, Oh. audited figures for the previous financial year, that is 31/12/1985. ഇങ്ങ ഇരിക്കാൻ ഒന്നും കിടക്കൂലേ? Column number 3, profit before tax. Column number 4, profit after tax. പുരുഷന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവളെയൊക്കെ ഒന്നിരുത്താനുള്ള മര്യാദ പോലുമില്ല, അഹങ്കാരി. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ MD ക്ക് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടി മലയാളിയാണല്ലേ? ഐ ആം സോറി. യു പ്ലീസ് കണ്ടിന്യൂ, ഐ ലിസൺ. You arrive at these figures from our profit and loss ledgers. There are some previous balance. ഐ എം സോറി. Are you mad, Farad? Stupid. இந்த மூட்டையெல்லாம் தூக்கி லாரில ஏத்திருப்பா. മൂട്ടയാ? ஆமா, மூட்டை. ഇതെന്തോന്ന് മൂട്ട ഫാക്ടറിയാ? അത് ശരി. അപ്പൊ ചുമടെടുക്കലാണ് ജോലി. എടാ ബാല, ദുഷ്ടാ.
എന്താണ് സാർ ഇതൊക്കെ? ഏതൊക്കെ? അവരെങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ആരാന്ന് പറയൂ. അതേ സി ഐ ഡികൾ, അന്ന് കടപ്പുറത്ത് വെച്ച അറബികളായും പിന്നെ പോലീസുകാരുടെ സിവിൽ വേഷത്തിലും വന്ന അതേ സി ഐ ഡികൾ. എവിടെ അവര്? ഒരു സി ഐ ഡി നമ്മുടെ ഗോഡൌണിൽ ചാക്കിട്ട് ചുമക്കുന്നു, മറ്റേ സി ഐ ഡി നമ്മുടെ ഓഫീസിൽ ഫയലുകൾ പരിശോധിക്കുന്നു. ഓ മൈ ഗോഡ്, ഇന്ന് ജോയിൻ ചെയ്തവര് ഓഫീസിൽ കയറിപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് എന്നെ അകത്താക്കാനുള്ള പുറപ്പാടാണ്. ഇനി വൈകണ്ട, വൈകുന്നേരം മുതൽ അവരെ വിടാതെ പിന്തുടരുക. സാർ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവർ ഡെഡ് ബോഡി റോഡിൽ കിടക്കണം. ശരി സാർ. എനിക്കെതിരെ നീങ്ങുന്നവർക്ക് അതായിരിക്കും അനുഭവം എന്ന് CID വിങ് മനസ്സിലാക്കട്ടെ. വിജയ, നമുക്കേ നല്ല ഒരു പ്ലാനിങ് വേണം. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് തിങ്കളാഴ്ച ദോശ, ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച ഇഡ്ഡലി, വ്യാഴാഴ്ച ദോശപ്പൊട്ട് ഇഡ്ഡലി എല്ലാം കൂടെ ഒന്നിച്ച് അടിമപ്പണി ഞാൻ നിർത്തി. നീ വലിയ ഓഫീസറല്ലേ, ഞാൻ ചുമട്ടുകാരൻ. പുട്ടും കൊട്ടും ഒക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ. നീ ആ കള്ളം ബാലിനോട് ഒരു അക്ഷരം പറഞ്ഞോ? ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ല. ദോശ, പുട്ട്, ഇഡ്ഡലി. നീ ശരിയാവൂല. നീ ശരിയായല്ലോ, അത് മതി. நாங்களும் வேற வீடு பார்த்துட்டே இருக்கு. இப்படியே எவ்வளவு நாளா சொல்லிட்டு இருக்க போறீங்க நீங்க? இப்படி சொல்லி சொல்லியே காலம் நிலையெல்லாம் நினைக்கிறீங்களா? ஆமா, இனிமே என்ன சாக்கு போக்கு അത് നമ്മുടെ ഓഫീസിലെ പെൺകുട്ടിയല്ലേ? ഏത് പെൺകുട്ടി? വാ, വാ. പെൺകുട്ടികളെ കാണുമ്പോൾ നിന്റെ ചാട്ടം വേണ്ടതാ സാർ? അവിടെ അവിടെ എന്തോ വഴക്കാർക്കാണ് പോണോ? எங்களுக்கு வேற வீடு கிடைக்கணும் இல்லையா? இனிமே அதை பத்தி பேசி பிரயோஜனம் இல்ல. இங்க வேறையும் கொடுத்தனங்கள் இருக்கு. அவங்களுக்கும் தெரியும் தான் சொல்றேன். അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ പ്രശ്നം? ഞാൻ ഇടപെട്ട് ശരിയാക്കണോ? അമ്മ വരുന്നേ. கடைசி தடவை சொல்றேன், இன்னும் ஒரு மாசம் டைம் தரோம். அதுக்குள்ள வீட்டை காலி பண்ணி അതെ അതെ, എന്നാ വിശേഷം? யாரா நீ? ദോ അന്ത വീട് താമസിക്കുന്നു. உனக்கு சேர்த்தாண்டா சொல்றேன். இங்க ஆஸ்பத்திரி கட்ட போறாங்க. ஒரு மாசத்துக்குள்ள வீட்டை காலி பண்ணி ஆகணும். പിന്നെ ഞങ്ങള് വാടക കൊടുക്കുന്ന വീട് കാലിയാണെന്നോ? അതൊന്നും പറ്റില്ല. ஏய், என்னடா சொன்ன? അല്ല, என்ன சொன்ன? എന്നാ ചൊന്നിയാലും വീട് കാലി ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളോട് വഴക്കുണ്ടാക്കാൻ നടക്കുന്നോ? ഞങ്ങൾ ഇതുപോലെ ഒരുപാട് മെറ്റലുകൾ കണ്ടിട്ടാ വന്നിരിക്കുന്നത്. ആരേവന്മാര്? ஏய், தலைவர் கோவை வெங்கடேசன் யாருன்னு தெரியுமா? ആരായാലും അവന്റെ കോപം ഇവിടെ ചെലവാവില്ലെന്ന് പറഞ്ഞേരെ. அவனா? டேய், தலைவரை பத்தி தவறா சொன்ன பல்ல உடைச்சு உடைக்கிறா பல்லு. என்ன உடைக்க முடியா? போடா. അവരെ